ചേച്ചി കൈകൊട്ടി കളിക്കേ റിഹേഴ്സൽ ആണെങ്കിലേ ഈ സ്റ്റെപ്പ് മാത്രം പോരാ. അതാണ് ഞാൻ ഇങ്ങനത്തെ സ്റ്റെപ്പ് മാത്രം പോരാ. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇട്ട് കളിച്ച് ആടിപ്പൊളിയായിരിക്കും. ഞാൻ കൈകൊട്ടി കളി കളിച്ചതല്ലടാ, പിന്നെ ഞാൻ കൊതുകിനെ അടിച്ചത്. കൊതുകടാ. ഞാൻ വിചാരിച്ചേ ഡാൻസ് കളിക്കായിരിക്കും. ഇങ്ങോട്ട് തോന്നുമ്പോ നല്ല താളം ഉണ്ടായിരുന്നു. അത് ഞാൻ ജന്മനാ കലാകാരിയല്ല, അതുകൊണ്ടാണ് ഭയങ്കര താളമാ. ഇപ്പൊ എന്തിനാ അടിച്ചത്? എടാ കൊതുകടാ. ഹിന്ദിയിൽ ശ്രീ എന്ന് എഴുതിയത് പോലെ ഇരിക്കണില്ലേ? എന്നെ പ്ലേയിങ് ഞാൻ തിരിച്ചടിച്ചു. പിന്നെ നീ പോ മിണ്ടാ പോ. ചേച്ചി ഒരു കാര്യം പറയാം. ഇന്ന് വൈകുന്നേരമാണ് ചേച്ചിയുടെ കോമ്പറ്റീഷൻ. ചേച്ചിക്ക് എതിരാളികളായിട്ടൊരു ടീമുണ്ട്. അതാരടാ? കിടിലൻ ടീമാണ്. അതാര്? ശിവാർച്ചന. അയ്യോ, ഉഗ്രൻ ടീമാണ്. അവർ മത്സരിക്കാറുണ്ട്. ആണോ? അയ്യോ എനിക്ക് പേടിയാവണടാ. അവരാണ് തോരിക്കുന്ന ആ ടീമാണ്. അയ്യോ അയ്യോ, ഇവിടെ വന്നിരിക്കായിരുന്നാ? അതെ, നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ വന്നിരുന്നാ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് മത്സരത്തിന് പോവാം. ഇങ്ങോട്ട് വന്നാ എല്ലാരും വിളിച്ച് ചായ കൊടുക്ക. ചായക്കടയത് എടാ, അതുകൊണ്ടല്ല, അവരെല്ലാരും കൂടി ഇവിടെ വന്നിരുന്നാ കൊതുക് കടി ഡിവൈഡ് ചെയ്തങ്ങ് കൊടുക്കാം. അതാകുമ്പോ പിന്നെ നമുക്ക് എല്ലാം കൊള്ളണ്ടല്ലോ. നീ ഇപ്പൊ എന്തിനാ അടിച്ചത്? പിന്നെ ശ്രദ്ധ പോയായിരുന്ന? എനിക്ക് അങ്ങനെ ശ്രദ്ധയൊന്നും പോവൂല. അതല്ല, ഡാൻസ് കളിച്ചപ്പോ ശ്രദ്ധ. ഡാൻസ് കളിക്കുമ്പോ എനിക്ക് അങ്ങനെ ശ്രദ്ധ പോവൂലടാ. അതല്ലേ ചേച്ചി, പിന്നെ ട്രൂപ്പിൽ ശ്രദ്ധ പെൺകുട്ടിയില്ലേ, ആ ശ്രദ്ധ പോയായിരുന്നാന്ന്. പറഞ്ഞതല്ലേ. എടാ, നീ ശ്രദ്ധയെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ആങ്ങളമാരും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ആങ്ങളമാര് വന്ന് നിന്നെ ഇടിച്ച് നിന്റെ രക്തം ഛർദിക്കുണ്ടെങ്കിൽ നീ ശ്രദ്ധിച്ചു. എത്ര ശ്രദ്ധ? അത് അശ്രദ്ധ കൊണ്ടാ. ശ്രദ്ധ കിടപ്പുണ്ട്. അതുണ്ടാവും. അന്ന എവിടെ? ഒന്നും പറയണ്ട, വീട്ടിനകത്തോ എവിടെയോ ഉണ്ട്. ഭയങ്കര പുച്ഛ. ആശുപത്രി കാണിച്ചില്ലേ? എന്ത് കുഷ്ടോന്ന് പറഞ്ഞു? പുച്ഛോന്നല്ല പറഞ്ഞത്, പുച്ഛോന്ന്. പുച്ഛോ? ഓ എടാ, ഭയങ്കര പുച്ഛം. ഞാൻ പാട്ട് പാടിയ അങ്ങേർക്ക് പുച്ഛം, ഞാൻ ഡാൻസ് കളിച്ച പുച്ഛം, എന്തിനു ഞാൻ സംസാരിച്ച വരെ പുച്ഛോടാ. നാട്ടുകാർ അങ്ങേർക്ക് ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്, പുച്ഛം വിനോദെന്ന്. എന്തിനു പറയണടാ, നമ്മളെ സൂര്യ ഉദിച്ച് വരണ കണ്ട അങ്ങേര് സൂര്യനെ നോക്കി വരെ പുച്ഛം കാണിക്കുന്നുണ്ടായിരുന്നു. ഒരേ കളർ. എടാ, ഒരേ കളർ സാരി, മാല, കമ്മല്, പൂ. എടാ, 25 ദിവസത്തെ റിഹേഴ്സൽ. ഈ നാട്ടുകാർക്ക് ചെവിതലേക്കാൻ വയ്യായിരുന്നു. ഇവർക്കല്ല ആഹാരം ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് 8 സെന്റ് പേരുടെ നാട്ടിൽ മേടിക്കായിരുന്നു, അറിയാവോ? എടാ, നിനക്കത് പറയാൻ തന്നെ നാണക്കേടില്ലേ? എടാ, ജയിക്കാനായിട്ടൊരു ടീം വരൂലേ, അവർക്ക് വേണ്ടി തോക്കാനായിട്ട് പോണത്. ഞാൻ വിളിക്കാം, ഞാൻ ചിരിക്കും, വിളിക്കാം. നീ എപ്പോ? ഞാൻ കുറച്ചു നേരമായി. ആര് തോക്കണ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വാ. അവിടെ അണിഞ്ഞൊരുങ്ങി നിക്കണ തോക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫോണിൽ തോക്കണ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടുകാരെ മൊത്തം പറയണോ ഞാൻ തോക്കാൻ വേണ്ടി പോണെന്ന്? അപ്പൊ നിനക്ക് 1ാം സമ്മാനം കിട്ടുമെന്നാണോ? അപ്പം പിന്നെ കിട്ടൂലേ? എന്നാ 2ാം സമ്മാനം കിട്ടുമോ? അങ്ങനെ പോലും നീ ചിന്തിക്കരുത്. അപ്പൊ 3ാം സമ്മാനം അത് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടോട്ടൽ എത്ര ടീമുണ്ട്? 12. അപ്പൊ 12ാം സമ്മാനം ഉറപ്പ്. അല്ലല്ല മകളെ, നോക്കി വെച്ചോണം. 12 ടീമുണ്ട്. 10 ടീം കൂട്ടിയാ മതി, ഇത് തോക്കും. നല്ല വെറൈറ്റി സ്റ്റെപ്പ് കൊണ്ട് നല്ല വെറൈറ്റി സ്റ്റെപ്പ് കൊണ്ട് തോക്കൂല. ഞാൻ നല്ല വെറൈറ്റി സ്റ്റെപ്പ് ഒക്കെ ഇട്ട് തന്നെ കളിക്കുന്നത്. പക്ഷേ ഇവരെ വെറൈറ്റി സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? എനക്ക് അറിഞ്ഞൂടല്ലേ? എടാ, ഈ കൈകൊട്ടി കളി കാണാനായിട്ട് ആൾക്കാർ വന്ന് നിൽക്കൂലേ, അവരെ എണ്ണുന്നതാണ് ഇവരെ വെറൈറ്റി സ്റ്റെപ്പ്. ജാനകി, ഇവിടെ 12, ജാനകി ഇവിടെ 14. അങ്ങനെ എണ്ണതാണ് ഇവിടെ വെറൈറ്റി സ്റ്റെപ്പ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണ് കളിക്കുന്നത്. ട്രെൻഡ് അനുസരിച്ച് കളിക്കുകയും ചെയ്യും, ഞങ്ങൾ കപ്പും കൊണ്ട് വരെയും ചെയ്യും. കുപ്പി ഗ്ലാസ് ആണടി നല്ലത്. പറഞ്ഞവരൊക്കെ ചായകൾ കൊടുക്കാം. 6 എടുത്തോണം കേട്ടോ, എണ്ണി. എന്തിനാണ് ചേച്ചി എടുത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എടാ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവക്കൊരു വീറും വാശിയും വരൂ. ഇൻസൾട്ടിംഗ് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആണല്ലേ? ഓ, അഴുക്ക മുഖം, ചകിരി മുഖം. എടാ, കുടുംബത്തൊന്ന് നീ എന്താ എന്നെ പറയണത്? ഇൻസൾട്ട് ചെയ്തു. കൊള്ളാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ഇവിടെ വന്ന് കിടന്ന് കറങ്ങണേ? വേറൊന്നും അല്ല, നമ്മുടെ ക്ലബില് എല്ലാരും കൂടി ഇരുന്നപ്പം ഒരു പത്രത്തിൽ വാർത്ത കണ്ടല്ലോ. എന്തോന്ന്? സർക്കാർ മദ്യത്തിന് പേരിടാൻ പറഞ്ഞു. മദ്യക്കുപ്പിക്ക് 10,000 കിട്ടുമെന്ന് പറഞ്ഞില്ലേ? കിട്ടുമോ? പേരിട്ട് നമുക്കാരും കിട്ടിയില്ല. ആർക്കും ഒരാൾക്കാണ് കിട്ടിയത്. ശരി, എന്റെയും 10,000 രൂപയുടെ പേരിട്ടായിരുന്നു. ഞാനൊരു വെറൈറ്റി പേരിട്ടാ കിട്ടിയില്ല. എന്തോന്ന് പേര്? ബാ.
സിനിമയുടെ പേരില്ലേ ഭയം ഭക്തി ബഹുമാനം. ഈ കുപ്പിക്ക് പറ്റിയ പേര് അതാണ്. അതെങ്ങനെ? എടാ നമ്മൾ ഷെയർ ഇട്ട് 2 അടിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പം ഭാര്യ കൂമ്പിലിട്ട് അടിക്കുമോ എന്നൊരു ഭയം. അപ്പൊ ഈ ബഹളം കേട്ട് അച്ഛനും അമ്മയും വരുമല്ലോ, അവരോടൊരു ഭക്തി. അപ്പൊ വീട്ടിലെ ബഹളം നടക്കുമ്പോ തന്നെ നാട്ടുകാർ ചുറ്റും കൂടും, പുറത്തിറങ്ങി അവരോടല്ല ഒരു ബഹുമാനം. അപ്പൊ ഈ കുപ്പിക്ക് പറ്റിയ പേര് ബാ ബാ ബാ. അല്ല, ഈ കുപ്പിക്ക് പറ്റിയ പേര് തുടരും. ഉടനെ എന്തോന്ന് പേര്? ആ ഏവനും മദ്യപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവിത അവസാനം വരെ അത് തുടരും. അതുകൊണ്ട് ഇതാണ് നല്ലത്. അത് കൊള്ളായിരുന്നല്ലേ? നേരത്തെ നല്ല പേരാ. ഇനി നീ ഈ പേര് എന്നോട് പറഞ്ഞെങ്കിൽ എനിക്ക് 10,000 രൂപ കിട്ടൂലേ? അങ്ങനെ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് വേണ്ട. കണ്ടാ 10 പൈസ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ അതുവരെ ഇവള് മുടക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോ നോക്കിയാലും കീരിയും പാമ്പോണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയൽക്കാരെന്ന നിലയ്ക്ക് എനിക്ക് ദണ്ണുണ്ട്, അറിയാമോ? അത് നിന്നെ കണ്ടപ്പോഴേ തോന്നി കുറയ്ക്കണം കേട്ടോ. ഞാൻ വണ്ണുണ്ടെന്നാണ് പറഞ്ഞത്, ദണ്ണുണ്ടെന്നാണ് പറഞ്ഞത്. എടാ ഞാൻ പറയാം. എടാ ഞാൻ ഇങ്ങനെ അടുത്ത് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാ ഇങ്ങനെ നിന്ന് ചുമ്മാ കോട്ടുവാ വിട്ടുകൊണ്ട് നിൽക്കൂടാ. അപ്പൊ ഞാൻ പറയണത് ശ്രദ്ധിക്കുന്നില്ല, ബോറടിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. എടാ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇവള് പറഞ്ഞു തുടങ്ങുമ്പോ മറുപടി പറയാനായിട്ട് ഞാൻ വാ തുറക്കണതാ. പറയാൻ സമ്മതിക്കണ്ടേ ഇവള്? ദൈവമേ, കല്യാണത്തിന് മുമ്പ് എത്ര പേരെന്റെ പുറകെ നടന്നതാ. വല്ല ബുദ്ധിയുള്ളവനെയും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. പിന്നെ ബുദ്ധിയുള്ള നിന്നെ ഇപ്പൊ കെട്ടാൻ വരും. ഓ, സ്വന്തം വാഗുണ്ടെങ്കിൽ സമ്മതിച്ചല്ല നിങ്ങൾക്ക്. ഞാൻ ഒന്നും പറയണില്ല. കണ്ടാടാ, ഈ കാണുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് റിഹേഴ്സലും ചെയ്ത് പറഞ്ഞു വിടണം. എനിക്കിത് കേൾക്കണം, എനിക്ക് ബുദ്ധി ഇല്ലെന്ന്. എല്ലാം മേടിച്ച് കൊടുക്കുന്നതാണ് പറയണ, ബുദ്ധി ഇല്ലെന്ന്. നടേശാ കൊല്ലണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടല്ലോ ഇങ്ങനെ എന്നെ കൈ വെള്ളയിലിട്ടാണ് നോക്കിയത്. കൈ വെള്ളയിലാണ് ഞാൻ നോക്കിയത്. അതുവഴി ഇഴഞ്ഞ് തലേ കയറിയത് എവളാണ്. ഈ ന്യൂ ഇയറിന് നീ കേൾക്കണം, ഈ ന്യൂ ഇയറിന് 2 അടിച്ചോണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പം ഇവള് പറഞ്ഞ വാക്കുകൾ കേൾക്കണോടാ. ഇവള് പറഞ്ഞ വാക്കുകൾ ചെരുപ്പൂരി എന്റെ ചെകിടത്തടിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്, അറിയാമോ? തോന്നിയതല്ല, അത് ചെകിടത്തടിച്ചത്. ലൂണാർ സൈസ് 7. കണ്ടാ, അപ്പം ബോധമില്ലാതെ വരുന്ന എന്നെ നീ മർദ്ദിച്ചു വരെ തുടങ്ങി. ആ ഇനിയും നിങ്ങൾ വെള്ളം അടിച്ചോണ്ട് ഈ പെരക്കകത്ത് കേറിയ 2 കാല് മുട്ട ഞാൻ തല്ലി ഓടിക്കും. അങ്ങനെയാണാ? ആ അങ്ങനെയാണ്. എന്നാ നിർത്തി. കുടി നിർത്തിയാ? നിലനിർത്തി. എടി ഇതിന്റെ ഭാഷയ്ക്ക് ഇന്നൊരു കുപ്പി എടുത്ത് അടിച്ച് പിരിന്ന് പാമ്പഴയണ പോലെ ഈ വീട്ടിൽ ഞാൻ വന്നില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മകടി ഊതിയാ ഞാൻ കൊട്ടക്കകത്ത് കയറ്റും. എടി ഞാൻ ഒരു കാര്യം ഇവിടെ അവള് പോയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേച്ചി എത്ര മണിക്കാണ് മത്സരം? 8 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? എത്ര മണി? 6 മണിയായി. അയ്യോ, ഇതുവരെ ശ്രദ്ധ വന്നില്ല. ശ്രദ്ധ. അതെ, മണിക്കൂട്ടനെ ഞാൻ ടെമ്പോ ട്രാവലറും കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവ ഇപ്പൊ പിള്ളേരെയും കൊണ്ടിങ്ങി വരും. വരട്ട് നോക്കാം. അതുകൊണ്ട് അവൻ വന്നല്ല ചേച്ചി. അതെ എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടാടാ? ഒരു ഡ്രൈവർ അല്ലടാ, സമയത്തും കാലത്തും വരണ്ടേടാ. അയ്യോ, റോഡ് മര്യാദക്ക് കണ്ടിട്ട് വേണ്ട വണ്ടി ഓടിക്കാൻ, സൂക്ഷിച്ചോടിക്കണം. ആദ്യം നിന്റെ ഈ മുടി കണ്ണിന്റെ അവിടെ അങ്ങോട്ട് മാറ്റാം, അപ്പൊ നിനക്ക് റോഡ് കാണാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇവരോ ഡാൻസ് കളിക്കണുണ്ടോ? ഇല്ലല്ല. പിന്നെ എന്തിനാണ് ഈ പുട്ടിയെ കിട്ടുന്നത്? ലിഫ്റ്റിയെ കിട്ടിക്കുന്നത്, മാല കമ്മല് എന്തോ പുട്ടി. അത് മറ്റൊന്നുമല്ല, വണ്ടിന്റെ ബ്രേക്ക് ഇത്തിരി കുറവാ. ചത്ത് കിടന്നാലും ചമല് കിടക്കണം എന്നാണല്ലോ. 2 കമ്മലും കൂടെ മേടിച്ചിട്ടോടാ ഇങ്ങനെ നാട്. അത് കറക്റ്റാ. ശ്രദ്ധ വണ്ടിക്കകത്തുണ്ട. ശ്രദ്ധയൊന്നും വണ്ടിക്കകത്തില്ലാന്ന്. ആ അയ്യോ, അപ്പൊ ശ്രദ്ധ വന്നില്ലേ? ശ്രദ്ധ വന്നില്ല. എന്ത്? അവ ശ്രദ്ധ പറഞ്ഞ് ഞാൻ വരില്ലാന്ന്. അയ്യോ, അതുപോലെ തന്നെ ഞാൻ സുപ്രിയോട് വെച്ചു, സുപ്രിയ പറഞ്ഞ് ഞാൻ വരില്ല. ബീനയോട് ബിന്ദുവോട് സിന്ധുവോട് ചോദിച്ചോ പറഞ്ഞ് ഞാൻ വരൂലെന്ന്. എനിക്കറിയാൻ പാടില്ല, ആരും വരുന്നില്ല എന്ന് പറഞ്ഞ്. വണ്ടിക്ക് ശ്രദ്ധയില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് കിടക്കണേ, ചേച്ചി ഞാൻ വരുന്നില്ല, സോറി, എനിക്ക് വരാൻ പറ്റൂല, എന്നോട് ക്ഷമിക്കണം. അയ്യോ ഞാനില്ല. അയ്യോ, ശിവാർച്ചന ടീം ഞങ്ങളെ കൂടെ മത്സരിക്കാനുണ്ടെന്ന് ഒരു വാക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ തോക്കാൻ വേണ്ടി വരില്ല. അയ്യോ, അവര് സൂപ്പർ ടീമാണെന്നൊക്കെ പറഞ്ഞയച്ചേക്കുന്നു. ഇത് സംഭവം വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് കാര്യം. നിനക്ക് തോറ്റ ശീലം ഉണ്ടല്ലോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സത്യം പറഞ്ഞ മെയിൻ കളിക്കണമെന്ന് അങ്ങനെ പിള്ളേരോട് പറഞ്ഞു നോക്ക്. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ നാട്ടുകാരെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ പോകും. പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നാ മതിയാ? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൈകൊട്ടി കളി ആയിരിക്കില്ല, നിങ്ങളെ കൈ വെട്ടി കളയും. എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഒരു 5 പേരെങ്കിലും കിട്ടിയെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിലും ഞാൻ പഠിപ്പിച്ച് കയറ്റിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന് പറഞ്ഞേ നമുക്ക് പോയാലോ? അതെ ചേച്ചി, കരയല്ലേ? ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കളിയാക്കല്ലേ.
നമ്മൾ ഇത്രയും പേര് മതിയോ എണ്ണിയോ? നല്ല ഓളത്തി ഡാൻസ് കളിച്ചാ പോലെ 5 പേരുണ്ട്. അല്ലല്ല ഞാൻ മതി മതി ഒറ്റ മണിക്കൂർ മതി ഞാൻ ചിലങ്ക എടുത്തില്ല. അത് ഞാൻ തരാം അതൊക്കെ ചിലങ്കയല്ല, ചങ്ങല. ഞങ്ങൾക്ക് അറിയില്ല സ്റ്റെപ്പ് പഠിപ്പിച്ചു തരുമോ അത് ഞാൻ പഠിപ്പിച്ചു ഒറ്റ മണിക്കൂർ മതി 1 മണിക്കൂർ രക്ഷപ്പെട്ടു നീ ഇത് ശരിയാവോ? കഴിക്കാതെ ഞാൻ അങ്ങനെ ഇതിന് ചലങ്ങൊന്നും വേണ്ട ഓ ഭയങ്കര സന്തോഷം കേട്ടോ. ചേച്ചി ചേച്ചി ഞങ്ങളുടെ ഒരുപാട് അമ്മ നന്ദി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ സഹായിക്കാനുള്ള ഒരു മനസ്സ് അതാണ്. ഞാൻ എപ്പോഴും ചേച്ചിയെ തന്നെ നോക്കി കയറി ചേച്ചി ഡാൻസ് കളിക്കും. ആണോ നല്ല രസമാണ് ചേച്ചിയുടെ ആണോ ഞാനേ എന്താ പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലങ്ക ഇല്ലാതെ എനിക്ക് കളിക്കാം. അത് കുഴപ്പമില്ല എന്റെ കയ്യിലുണ്ട് നമുക്ക് സമയമാകുമ്പോ ഞാൻ തരാം അപ്പൊ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് നമ്മള് റൗണ്ട് ആണോ എങ്ങനെ സെമി സർക്കിൾ അങ്ങനെയൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റെപ്പ് പഠിക്കല്ലേ അങ്ങനെ ഉണ്ട് ഒന്നും കാണിച്ചു ഞാൻ കണ്ടിട്ട് തൊഴുത് അവിടെ നിന്നൊന്നും എടുക്ക. വാ പോവാം ഈ പാട്ടിടുവോ സ്റ്റെപ്പില്ലേ ഇങ്ങനെ ഇങ്ങനെ സോറി ഞാൻ അറിയാം എനിക്ക് ഡാൻസ് കളിക്കാം. അയ്യോ അല്ല അല്ല അടിക്കില്ല അടിക്കില്ല പോയി കണ്ണിന്റെ കണ്ണിന് കണ്ണ് ഇതിനൊക്കെ ആരും കണ്ണ് അയ്യോ എന്റെ അടി കണ്ണ് കണ്ണ് തിരിച്ചതാ അവസ്ഥ നോക്കിയുടെ മനുഷ്യന്റെ അയ്യാവേലിയൊക്കെ എടുത്ത് നമ്പർ കിട്ടും. ചേട്ടാ ഇത്രയും പ്രശ്നം ഇവിടെ നടക്കുമ്പോ നിങ്ങൾ ആരെ ഫോൺ എടുത്ത് വിളിക്കണത് ഞാൻ ഇന്ന് കൈകൊട്ടി കളി നടക്കണ കമ്മിറ്റിക്കാരെ വിളിക്കുക. എന്തിന് എന്റെ പേരൊന്ന് മാറ്റാമോന്ന് അറിയാൻ. എന്താണ് നീ എവരെയും കൊണ്ടാണ് കൈകൊട്ടി കളി കളിക്കാൻ പോണെങ്കിലേ കൈകൊട്ടി കളിയല്ല ഇത് കയ്യാങ്കളിയാവും. അയ്യോ